ഹലോ. ഈസി സൈറ്റിൽ ഡൈനാമിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഡൈനാമിക് ആയിട്ട് വരുന്ന നമുക്ക് ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ആയി വരുന്ന ഈ സ്ലൈഡ് വരുന്നതാണ്. ഇതിലേക്ക് കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നത് ഡൈനാമിക് ആയിട്ടാണ്. പിന്നെ വരുന്നത് സർവീസസ് ആണ്. പ്രധാനപ്പെട്ട 3 കാറ്റഗറി ആയിട്ട് സർവീസസ് ഉള്ളത്: NAP സർവീസസ്, AMC സർവീസസ്, ഫെസിലിറ്റി മെയിൻ്റെനൻസ് സർവീസസ്. അപ്പൊ ഇതിലുള്ള ഓരോ കാറ്റഗറി ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ ആണ് മറ്റു സർവീസുകൾ ഓരോന്ന് വരുന്നത്. അപ്പൊ അതെങ്ങനെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വരുന്നത് പ്രൊജക്റ്റുകളാണ്. അതായത് ഗാലറി, അപ്കമിങ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രൊജക്റ്റുകളും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് മോണിയിലാണ്. അതിൻ്റെ ഓരോ ടെസ്റ്റ് മോണിയിലും എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. അവസാനമായിട്ട് വരുന്നത് നമ്മളെ ക്ലയൻസിന്റെ ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനായിട്ട് തന്നിട്ടുള്ള ലിങ്ക് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡാഷ്ബോർഡിലായിരിക്കും വരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മെനു കാര്യങ്ങളുണ്ടായിരുന്നു. ആഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സ്ലൈഡ്സ്, ഹോം സ്ലൈഡ്സ്, ടെസ്റ്റിമോണിയൽ, പ്രൊജക്ട്, സർവീസസ്. അതിന് പുറമെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. പോസ്റ്റ് എന്നാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളതെല്ലാം എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ ആദ്യം സർവീസസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സർവീസസ് ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം സർവീസസ് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ടാവും: ഓൾ സർവീസസ്, ആഡ് ന്യൂ സർവീസസ്, സർവീസ് കാറ്റഗറി. ഇപ്പോൾ ഓൾ സർവീസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ 3 സർവീസസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സർവീസുകൾ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത എല്ലാ സർവീസുകളും കാണാൻ പറ്റും. നിലവിലുള്ള സർവീസസും എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സർവീസസ് ഇതുപോലെ ഓപ്പൺ ആവും. അപ്പൊ അതിൽ മാറ്റങ്ങൾ വരുത്താം. ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന സർവീസസ് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് സർവീസിന്റെ ടൈറ്റിൽ, പിന്നെ ആ സർവീസസിലേക്ക് വേണ്ട ഇമേജുകൾ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു സർവീസസ് ഓപ്പൺ ആക്കി കാണിക്കണം. NAP സർവീസുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിലാണ് നെറ്റ്വർക്ക് ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്. നെറ്റ്വർക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കാണുന്നതാണ് ഗാലറി ഇമേജസ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ സെയിം സർവീസസിനെ ഇവിടെ ബാക്ക് എൻഡിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഗാലറി വരുന്നത്. അതുപോലെ തന്നെ സർവീസസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ കണ്ടന്റ് ആണ്. പിന്നെ വരുന്നത് സർവീസ് കാറ്റഗറിയാണ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഏത് കാറ്റഗറി അണ്ടറിലാണെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്താൽ മതി. ശേഷം അപ്ഡേറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി പുതുതായിട്ടൊരു സർവീസ് ആഡ് ചെയ്യാനാണെങ്കിൽ സർവീസസ് മെനു പോയി കഴിഞ്ഞാൽ മുകളിൽ ആഡ് ന്യൂ സർവീസസ് കാണാം. ഇവിടെ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെയും ആഡ് ന്യൂ സർവീസസ് കാണാം. ഏത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പേജിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ സർവീസ് ടൈറ്റിൽ കൊടുക്കണം. പിന്നെ സാമ്പിൾ ആയിട്ട് വെറും ടൈറ്റിൽ എന്ന് കൊടുക്കുന്നു. ശേഷം ഗാലറി ക്ലിക്ക് ചെയ്യാം. ചൂസ് മീഡിയ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്: അപ്ലോഡ് ഫയൽസും മീഡിയ ലൈബ്രറിയും. മീഡിയ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ വെബ്സൈറ്റിലേക്ക് യൂസ് ചെയ്ത അപ്ലോഡ് ചെയ്ത എല്ലാ ഇമേജസും കാര്യങ്ങളും കാണാം. സെയിം ഇമേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പുതുതായിട്ടൊരു ഇമേജസ് ആണെങ്കിൽ അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ ലൊക്കേഷൻ ഓപ്പൺ ആവും. എവിടെയാണ് നമ്മളെ ഫോട്ടോസ് ഉള്ളത് ആ ഭാഗത്ത് പോയിട്ട് ആ ഇമേജ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. സാമ്പിൾ ആയിട്ട് ഞാൻ 2 ഇമേജുകൾ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ. അപ്പൊ അത് ലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകളുടെ ഫയൽ സൈസ് മാക്സിമം ഒരു 150 KB വരെ കൊടുക്കാം. അതിന് മുകളിലേക്ക് കൊടുത്താൽ അപ്ലോഡ് ആവും, പക്ഷേ നമ്മൾ അത് സൈറ്റിന്റെ പെർഫോമൻസിനെ ബാധിക്കും. നല്ല സൈസുള്ള ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൈറ്റ് ലോഡ് ചെയ്യാൻ അതൊരു പ്രശ്നമാകും. നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യുന്ന ചൂസ് മീഡിയ കൊടുക്കാം. ഇവിടെ ഇമേജ് അപ്ലോഡ് ആയി. ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. സെയിം പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. നിലവിലുള്ള ഇമേജ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർ ചെയ്യുമ്പോൾ മൗസ് കൊണ്ടുവരുന്ന ഒരു ക്ലോസ് ചിഹ്നം വരും, ക്ലോസ് ചെയ്യും. ഇത് സർവീസസ് ഡീറ്റെയിൽസ് ആണ്. അവിടെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ ബോൾഡാക്കാം, ഇറ്റാലിക്കാക്കാം, ഹെഡിങ് കൊടുക്കാം, ഇത്രേ കാര്യം കൊടുക്കാം. ഞാനിത് AMC സർവീസിന് അണ്ടറിലാണെങ്കിൽ AMC സർവീസസ് കൊടുക്കുന്നു. പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഒരു മെസ്സേജ് കാണാം: പോസ്റ്റ് പബ്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ആ സർവീസസ്
ആഡ് ചെയ്തിട്ടുണ്ട്. JMC സർവീസിന് അണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ആ സർവീസ് കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കണ്ടന്റ് ആഡ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് സർവീസസ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇനി ഓൾ സർവീസസിൽ വന്നാൽ നമുക്ക് ചെയ്ത് സർവീസ് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ മൗസ് കൊണ്ടുപോകുമ്പോൾ ട്രാഷ് ഓപ്ഷൻ ഉണ്ടാവും. ട്രാഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഷ് ബോർഡിലേക്ക് ഡിലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ രീതിയിൽ സർവീസസ് ആഡ് ചെയ്യാം. ഇനി വരുന്നത് നമുക്ക് ഹോം പേജിൽ മെയിനായിട്ട് കാണിക്കുന്ന ഈ സ്ലൈഡാണ്. സ്ലൈഡിലേക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഇമേജും പിന്നെ സ്ലൈഡിന് മുകളിൽ വരുന്ന ഈ ടെക്സ്റ്റും. അത് ഇതുപോലെ തന്നെ മെനുവിൽ ഹോം സ്ലൈഡ്സിൽ പോകും. ഹോം സ്ലൈഡിൽ നിലവിൽ 2 സ്ലൈഡുകളുണ്ട്. ഇനി ഓൾറെഡി ഡെമ്മിയായിട്ട് ഡ്രാഫ്റ്റ് എടുക്കുന്ന ട്രാഷ് ചെയ്യുന്നു. ഇത് പുതിയ സ്ലൈഡ് ആണെങ്കിൽ ആ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാം. നിലവിലുള്ള സ്ലൈഡിൽ മാറ്റം വരുത്താനാണെങ്കിൽ അങ്ങനെയായിരിക്കും. നമുക്ക് 2 സ്ലൈഡ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ സ്ലൈഡ് 2 ക്ലിക്ക് ചെയ്യുന്നു. അവിടെ 2 ഓപ്ഷനുകൾ കാണാം. ചൂസ് മീഡിയ. അപ്പൊ ഇവിടെയാണ് ഇമേജ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലൈഡിൽ ഇമേജ് ആകുമ്പോൾ അത്യാവശ്യം സൈസ് ഉള്ള ഒരു ഇമേജ്, റെസൊല്യൂഷൻ ഉള്ള ഇമേജ് ആയിരിക്കണം. ഫയൽ സൈസ് അല്ല, കാരണം അത് ഫുൾ വിഡ്ത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ റെക്കമെൻഡ് സൈസ് കൊടുത്തിട്ടുണ്ട് 90x80 പിക്സലാണ് ചൂസ് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫയൽ സൈസ് മാക്സിമം 150 KB വരെയൊക്കെ കൊണ്ടുവരും. ശേഷം ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്കുള്ള അതിലേക്കുള്ള ടെക്സ്റ്റും കാര്യങ്ങളും ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അതുപോലെ ഇമേജ് ആഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. പുതുതായിട്ട് ചെയ്യുകയാണെങ്കിൽ സെയിം ഓപ്ഷൻ തന്നെയാണ്. സ്ലൈഡ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സ്ലൈഡിന്റെ പേര് കൊടുക്കാം, സ്ലൈഡ് 3 എന്ന് കൊടുക്കാം. കവർ ഇമേജ് അപ്ലോഡ് ചെയ്യാം, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ 3ാമത്തെ സ്ലൈഡായിട്ട് അത് വരും. ഓക്കെ, ഈ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. സ്ലൈഡുകൾ ആഡ് ചെയ്യും. പിന്നെ വരുന്നത് ടെസ്റ്റിമോണിയലാണ്. അതും അതുപോലെ തന്നെ ഓൾ ടെസ്റ്റിമോണിയൽ ക്ലിക്ക് ചെയ്യാം. ടെസ്റ്റിമോണിയൽ കാണിക്കുന്നത് നമുക്ക് ഇവിടെയാണ് താഴത്ത്. ടെസ്റ്റിമോണിയൽ കണ്ടന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ആഡ് ടെസ്റ്റിമോണിയൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ടൈറ്റിലാക്കി കൊടുക്കേണ്ടത് ആരാണ് ടെസ്റ്റിമോണിയൽ, ആളെ പേരാണ് കൊടുക്കേണ്ടത്. ഇവിടെ സാജൻ എന്നാണെങ്കിൽ ആളെ പേര് കൊടുക്കുന്നു. ഞാൻ എമ്മിയായിട്ട് നെയിം കൊടുക്കുന്നു. ടെസ്റ്റിമോണിയൽ കണ്ടന്റ് അവരെ കണ്ടന്റ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ആ ക്ലയന്റിന്റെ കസ്റ്റമറെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഡെസിഗ്നേഷൻ കസ്റ്റമർ ആണോ വേറെ ക്ലയന്റ് ആണോ എന്ന രീതിയിൽ അടുത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ അതിന് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഇപ്പോൾ 4 ടെസ്റ്റിമോണിയൽ ആണുള്ളത്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ക്ലയൻസ് ആണ്. ക്ലയന്റ് സെക്ഷനിലേക്ക് നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട് ക്ലയന്റിന്റെ ലോഗോ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ലോഗോ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ആഡ് ക്ലയന്റിൽ തിരിച്ചറിയാൻ വേണ്ടി ആ ക്ലയന്റിന്റെ പേര് എന്താ വെച്ചാൽ ജസ്റ്റ് പേര് കൊടുക്കുന്നു. അവർ ലോഗോ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലയന്റിന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ വരുന്നത് പ്രൊജക്റ്റുകളാണ്. സെയിം മെത്തേഡാണ്. പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കുക, ആഡ് ന്യൂ പ്രൊജക്റ്റ്, പ്രൊജക്റ്റ് ടൈറ്റിൽ. പ്രൊജക്റ്റ് വരുന്നത് നമുക്ക് പ്രൊജക്റ്റ് പേജും ഉണ്ട്, മെയിലിൽ പോയ പ്രൊജക്റ്റ് പേജ് ഉണ്ട്, ഹോം പേജിലും. പ്രൊജക്റ്റിൽ വരുന്ന ഇമേജ്, പിന്നെ ഓരോ പ്രൊജക്റ്റുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ആ പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കുക, കമ്പനിയിൽ നിന്ന് ഈ കാണുന്ന ഇമേജ്, അത് ഒറ്റ ഇമേജ്, സിംഗിൾ ഇമേജ് ആയിരിക്കും കൊടുക്കുക. പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുന്നു. പ്രൊജക്റ്റിൽ കൂടുതൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ചൂസ് മെനു എടുത്ത് ഇവിടെ മൾട്ടിപ്പിൾ ഇമേജസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ശേഷം പബ്ലിഷ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ വെബ്സൈറ്റിലേക്കുള്ള കണ്ടന്റും കാര്യങ്ങളും ആഡ് ചെയ്യുന്നത്.